ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഫോൺ സിഗ്നൽ പെട്ടെന്ന് ഇല്ലാതായാൽ, GPS പ്രവർത്തനം ഇല്ലാതെ വന്നാൽ, TV നെറ്റ്വർക്ക് എല്ലാം ഒരു നിമിഷത്തിൽ നിശബ്ദമാവുകയാണെങ്കിൽ, ഇത് സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയല്ല, ഇത് ഭാവിയിലെ ഒരു യുദ്ധത്തിന്റെ പുതിയ മുഖമാണ്. ആകാശത്തെ ചുറ്റി നടക്കുന്ന സാറ്റലൈറ്റുകൾ, അവയെ പിടിച്ച് കടത്തുന്ന പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ, ഇവയെ തന്നെയാണ് ഇന്ന് ഹൈജാക്കർ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. അതായത് സാറ്റലൈറ്റുകൾക്ക് പോലും രക്ഷയില്ല, അവയെ വരെ തട്ടിക്കൊണ്ടുപോകാൻ യന്ത്രങ്ങൾ റെഡിയാണ് എന്നതാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്തിലെ 3 വലിയ ശക്തികൾ അമേരിക്ക, റഷ്യ, ചൈന ഈ സാങ്കേതിക വിദ്യയിൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഹൈജാക്കർ സാറ്റലൈറ്റ്? ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇന്ത്യക്ക് ഇതിൽ എന്താണ് സ്ഥാനം? വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ആദ്യം ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സാറ്റലൈറ്റുകൾ എന്നത് വെറും TV സിഗ്നലിനായി മാത്രമുള്ളതല്ല. അവയാണ് നമ്മുടെ നാവിഗേഷൻ, സൈനിക നിരീക്ഷണം, മിസൈൽ മുന്നറിയിപ്പ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ സാറ്റലൈറ്റിനെ ആരെങ്കിലും നേരിട്ട് പിടിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് കളി മാറുന്ന നിമിഷം. ഹൈജാക്കർ സാറ്റലൈറ്റുകൾക്ക് പ്രധാനമായും 3 തരങ്ങളാണുള്ളത്. ആദ്യത്തേത് ടോയിങ് രീതിയാണ്. ഇവ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു കേബിൾ ഉപയോഗിച്ച് മറ്റൊരു സാറ്റലൈറ്റിൽ കുടുക്കിടും. അതിനുശേഷം അതിനെ അതിന്റെ ഓർബിറ്റിൽ നിന്നും വലിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് സാറ്റലൈറ്റ് ഇപ്പോഴും ഉണ്ടാകും, പക്ഷേ അതിന് ഒരു ഉപയോഗവും ഉണ്ടാകില്ല എന്നതാണ്. വളരെ ശാന്തമായി നിഷ്ക്രിയമാക്കൽ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ തരം വരുന്നത് ഗ്രാബർ സാറ്റലൈറ്റുകളാണ്. ഇവ കൂടുതൽ കൃത്യതയുള്ളവയാണ്. റോബോട്ടിക് കൈകൾ ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇത് മറ്റൊരു സാറ്റലൈറ്റിനെ പിടികൂടി നിയന്ത്രണ പരിധിയിലാക്കും എന്നതാണ്. ഇതുപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം പരിശോധിക്കാം. മറ്റ് സാറ്റലൈറ്റുകളെ പ്രവർത്തനരഹിതമാക്കാം, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ പരിശോധിക്കാം, അല്ലെങ്കിൽ അതിനെ തന്നെ സ്വന്തമായി കൈക്കലാക്കാം എന്നതാണ്. ഇത് സാങ്കേതികമായി വളരെ മുന്നിലുള്ള ഒരു രീതിയാണ്. ഇനി മൂന്നാമത്തേതാണ് ക്യാച്ചർ സാറ്റലൈറ്റുകൾ. ഇവ ഒരു നെറ്റ് എറിഞ്ഞ് സാറ്റലൈറ്റിനെ പിടികൂടും. കുറച്ച് കൃത്യത കുറവാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ വളരെയേറെ ഫലപ്രദമാണ്. ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കാനുമാകും. ഒരു ചോദ്യം ഉയരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ആകാശത്ത് ആരാണ് ശക്തൻ? അവരാണ് ഇനി ഭൂമിയിലും ശക്തൻ എന്നത് വളരെ സിമ്പിളായി തന്നെ നമുക്ക് പറയാനാകും. അമേരിക്ക എന്താണ് ചെയ്യുന്നത്? അവർ സാറ്റലൈറ്റ് സർവീസിംഗ് ടെക്നോളജിയിൽ വളരെ മുന്നിലാണ്. അത് സമാധാനപരമായ ഉപയോഗത്തിനായി തുടങ്ങി, പക്ഷേ അതിനെ സൈനികമായി ഉപയോഗിക്കാനും അവർക്ക് കഴിയുമെന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ റഷ്യയുടെ സമീപനം വ്യത്യസ്തമാണ്. അവർ പഴയ കാലം മുതൽ തന്നെ കോ ഓർബിറ്റൽ സംവിധാനങ്ങളിൽ പരീക്ഷണം നടത്തി വരികയാണ്. അഥവാ ഒരു ഓർബിറ്റിൽ ചുറ്റി അവസരം കാത്തിരിക്കുന്ന രീതിയിൽ ആണ് അവരുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. ഇനി ചൈന എന്താണ് ഇതിൽ ചെയ്യുന്നത്? സാറ്റലൈറ്റുകൾ തമ്മിൽ അടുത്ത് എത്തിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർ ഇതിനോടകം തന്നെ വികസിപ്പിച്ചു കാണിച്ചുമൊക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പുറത്തേക്ക് വരുന്നത്, ഭാവിയിൽ ഇനി യുദ്ധം നടക്കുന്നത് നിലത്തും അതുപോലെ തന്നെ കടലിലും മാത്രമായിരിക്കില്ല, ആകാശത്തും നടക്കും, അല്ലെങ്കിൽ ശൂന്യാകാശത്തും സ്പേസിലും ഒക്കെ നടക്കാൻ സാധ്യതയുള്ളതായാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രധാന ചോദ്യം, ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ എപ്പോഴും വ്യക്തമായിരുന്നു. സ്പേസ് സമാധാനമായി ഉപയോഗിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ നിലപാട്. പക്ഷേ 2019 നടന്ന മിഷൻ ശക്തി ഒരു കാര്യമാണ് തെളിയിച്ചത്. ആവശ്യമായാൽ ഇന്ത്യയും മറുപടി തരാൻ കെൽപ്പുള്ള ഒരു രാജ്യമാണ് എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.